CV അനുമോദിലേക്ക് ഒന്ന് പോകണം. അനുമോദ്, മലപ്പുറത്തിൻ്റെ എന്താണ് കളർ മാറാനുള്ള സാഹചര്യമില്ല, പച്ച പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് മലപ്പുറം, സംശയമില്ല. ഇത്തവണ കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യങ്ങൾ ലീഗ് സ്ഥാനാർത്ഥികൾക്കുണ്ട്. അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പോരാട്ടം കടുക്കുന്ന മണ്ഡലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അനുമോദിൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ അനുഭവങ്ങളിൽ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. മലപ്പുറം ജില്ലയിൽ UDF-ന് ഒരു മൃഗീയ ആധിപത്യമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ 6 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഒന്ന്, LDF നിലവിൽ കൈവശം വച്ചിരിക്കുന്ന പൊന്നാനിയും തവനൂരും, അവിടെ ആ സീറ്റുകൾ നിലനിർത്താൻ വേണ്ടി വലിയ പോരാട്ടം. അവിടെ LDF-ന് ചെറിയ മേൽക്കൈ ഉണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതിനപ്പുറം വരുമ്പോൾ താനൂരിൽ നിന്നും അബ്ദുറഹ്മാൻ മാറിയെത്തിയ തിരൂര്, അതേപോലെ പെരിന്തൽമണ്ണയിലും ശക്തമായ പോരാട്ടം നടക്കുന്നു. പക്ഷേ അവിടെയും UDF-ന് ഒരു ചെറിയ മേൽക്കൈ ഉണ്ട്. മങ്കട, അതേപോലെ വേങ്ങര, ഇങ്ങനെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഒരു വലിയ മത്സരം തന്നെ നടക്കുന്നുണ്ട്. അതിൽ വേങ്ങരയിൽ ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറി. ലീഗിനോട് 30,000 ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ സ്വതന്ത്രമായി മത്സരിച്ച സബാഹ് കുണ്ടുപുഴയ്ക്കൽ ഇത്തവണ ഇടതുപക്ഷ സ്വതന്ത്രമായി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ വലിയ പ്രചാരണമാണ് അഴിച്ചു വിടുന്നത്. താഴെത്തട്ടിലൊക്കെ വലിയ ഇളക്കമുണ്ടാക്കുന്നു, വലിയ ഓളമുണ്ടാക്കുന്നു. താൻ 101% വേങ്ങരക്കാരനാണ് എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചാണ് അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ നയിക്കുന്നത്. അങ്ങനെ അവിടെ കഴിഞ്ഞ 5 വർഷവും സജീവമായിട്ട് രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ താഴെത്തട്ടിലും വലിയ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറുവശത്ത് UDF ആകട്ടെ, വേങ്ങര അവരുടെ ഉറച്ച കോട്ടയാണ്. അതിൽ ഒന്നും ചെയ്യാനാകില്ല. KM ഷാജി മികച്ച നേതാവായിരുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് പിന്മുറക്കാരനായി KM ഷാജി സഭയിലെത്തുമെന്നൊരു ആത്മവിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. മങ്കടയിലും വലിയ മത്സരം നടക്കുന്നുണ്ട്. മങ്കടയിൽ മഞ്ഞലാംകുഴിയിലെതിരെ ലീഗിൽ നിന്ന് തന്നെ വിമതനായി എത്തിയ കുന്നത്ത് മുഹമ്മദാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് 2 പേർക്കും അടിയൊഴുക്കുകളാണ് മങ്കടയിൽ പ്രധാനമായിട്ടും ഉയരുന്ന ആശങ്ക. മഞ്ഞലാംകുഴിക്ക് അനുകൂലമായിട്ട് എല്ലാ കാലത്തും LDF-ൽ നിന്ന് അടിയൊഴുക്കുണ്ടാകാറുണ്ട്. ഇത്തവണ തിരിച്ച് ലീഗിൽ നിന്ന് കുന്നത്ത് മുഹമ്മദ് അനുകൂലമായിട്ട് അങ്ങനെ ഒരു അടിയൊഴുക്കുണ്ടാകുമോ എന്ന ആശങ്കയാണ് മഞ്ഞലാംകുഴിയിൽ ഈ ക്യാമ്പിനുള്ളത്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം മികച്ച MLA ആണെന്ന തരത്തിലുള്ള പ്രചാരണം ശക്തമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയൊരു ഭൂരിപക്ഷം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാരനായ VP മുഹമ്മദ് ഹനീഫയും മികച്ചൊരു പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത്. തിരൂരിലേക്ക് വരികയാണെങ്കിൽ തിരൂരിൽ V അബ്ദുറഹ്മാൻ എത്തിയതോടെ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വികസന മുരടിപ്പ് മുന്നിൽ വെച്ച് സ്വന്തം നാട്ടിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ടാഗ് ലൈൻ തന്നെ. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കുറുക്കോളി മൊയ്തീൻ നിൽക്കുമ്പോൾ സ്വാഭാവിക 2 ശൈലിയിലുള്ള നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമാണ് തിരൂരിൽ നടക്കുന്നത്. UDF-ന്റെ ക്യാമ്പിൽ അവിടെ നിന്നും വോട്ട് ഭിന്നിപ്പിക്കാൻ അതാണ് അബ്ദുറഹ്മാൻ്റെ ശൈലി. എല്ലാ തവണയും അബ്ദുറഹ്മാൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി ടാക്ടിക്സ് ഒക്കെ ഒരിക്കലും മറ്റുള്ളവർക്ക് പിടികിട്ടണമെന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ഓരോ തവണയും വിജയിക്കുന്നത്. അതേ ശൈലി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പിന്തുടരുന്നത്. നാടിളക്കിയുള്ള വലിയ പ്രചരണം, വലിയ ഘോഷങ്ങൾ, യുവാക്കളെയും അതേപോലെ പുതുതലമുറ ആൾക്കാരെയും കയ്യിലെടുക്കാനുള്ള എല്ലാ പ്രചരണ സംവിധാനങ്ങളും, ഒപ്പം UDF-ന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു വിഭാഗത്തെ മാറ്റാനുള്ള, വോട്ടിൽ അനുകൂലമായി മാറ്റാനുള്ള ശ്രമം അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് കുറുക്കോളി മൊയ്തീൻ്റെ ഇമേജാണ്, പ്രതിച്ഛായയാണ് അവിടെ UDF മുന്നിൽ വയ്ക്കുന്നത്. ക്ലീൻ ഇമേജ്, സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന തരത്തിലാണ് UDF-ന്റെ പ്രചരണം. തവനൂരും പൊന്നാനിയും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. അവിടെ 2 ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ പൊന്നാനിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ ചൊല്ലി ചില അതൃപ്തികൾ ഉണ്ടായിട്ടുണ്ട്. താഴെത്തട്ടിൽ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് UDF ഉപയോഗപ്പെടുത്തും എന്നാണ് UDF-ന്റെ അവകാശവാദം. UDF കോട്ടകളിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം മലപ്പുറത്തില്ല. പക്ഷേ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായ പല മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടം കാഴ്ചവെക്കാൻ UDF-ന് സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള ഒരു കാഴ്ച തന്നെയാണിത്, സംശയമില്ല. ഈ കൊട്ടിക്കലാശ ദിവസവും ആ ഒരു ട്രെൻഡ് കാണുന്നുണ്ട് എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ, പ്രതിനിധികൾ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.